Next topic is financial and non-financial incentives. Incentives means all the measures and all techniques which are used to motivate people in the organization. അപ്പോൾ ഒരു ഓർഗനൈസേഷൻ്റെ അകത്ത് വർക്ക് ചെയ്യുന്ന വർക്കേഴ്സിനെ മോട്ടിവേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന എല്ലാ ടെക്നിക്സിനെയും എല്ലാ മെഷേഴ്സിനെയും വിളിക്കുന്ന പേരാണ് ഇൻസെൻറ്റീവ്സ്. So incentives are classified into two categories. One is financial incentives and second is non-financial incentives. Okay, എംപ്ലോയീസിനെ രണ്ട് രീതിയിൽ മോട്ടിവേറ്റ് ചെയ്യാം. ഒന്ന് ഫിനാൻഷ്യലി മോട്ടിവേറ്റ് ചെയ്യാം, നോൺ ഫിനാൻഷ്യലി മോട്ടിവേറ്റ് ചെയ്യാം. സോ വാട്ട് ആർ ദ ഫിനാൻഷ്യൽ മോട്ടിവേറ്റേഴ്സ് ആൻഡ് വാട്ട് ആർ ദ നോൺ ഫിനാൻഷ്യൽ മോട്ടിവേറ്റേഴ്സ്? ഫസ്റ്റ് വൺ ഈസ് ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്. Financial incentives are those incentives which are measurable in monetary terms. മോണിറ്ററി ടേംസിൽ അതായത് മണി റിലേറ്റഡ് ആയിട്ടുള്ള ഇൻസെൻറ്റീവ്സ് ആണ് ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ് which are measurable in monetary terms. Okay, so what are the financial incentive? First financial incentive is pay and allowances. For every employee, salary is the basic monetary incentive. It includes basic pay, dearness pay and other allowances. So ഏറ്റവും ബേസിക് ആയിട്ടുള്ള മോണിറ്ററി ഇൻസെൻറ്റീവ് എന്ന് പറയുന്നത് സാലറി ആണ്. ഓക്കെ, സാലറി, ഒരു എംപ്ലോയിൻ്റെ സാലറി ഇൻക്രീസ് ചെയ്താൽ അയാൾ മോട്ടിവേറ്റഡ് ആവും. സോ അയാളുടെ ബേസിക് പേ, അയാളുടെ ഡിയർനെസ് പേ, അതുപോലുള്ള അലവൻസസ് ഒക്കെ ഇൻക്രീസ് ചെയ്താൽ ഒരു എംപ്ലോയി മോട്ടിവേറ്റഡ് ആവും. സോ ദ ഫസ്റ്റ് ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ് ഈസ് പേ ആൻഡ് അലവൻസസ്. Then second one is productivity linked wage incentives. Several wage incentives plans aim at linking payment of wage to increase productivity at individuals or group level. ഓക്കെ, രണ്ടാമത്തെ ഇൻസെൻറ്റീവ് എന്ന് പറയുന്നത് പ്രൊഡക്ടിവിറ്റി ലിങ്ക്ഡ് വേജ് ഇൻസെൻറ്റീവ്സ് ആണ്. ഒരു എംപ്ലോയി കൂടുതൽ പെർഫോം ചെയ്താൽ അവർക്ക് കൂടുതൽ വേജസ് കൊടുക്കുന്ന സിസ്റ്റം. ഓക്കെ, സോ വേജസ് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് എംപ്ലോയീസ് കൂടുതൽ പെർഫോം ചെയ്യും. ദാറ്റ്സ് ദ സെക്കൻഡ് വൺ, പ്രൊഡക്ടിവിറ്റി ലിങ്ക്ഡ് വേജ് ഇൻസെൻറ്റീവ്സ്. Then third one, bonus. Bonus is an incentive which is offered over and above the wages or salary to the employees. നോർമലി കൊടുക്കുന്ന വേജസിനും സാലറിക്കും പുറമേ കൊടുക്കുന്ന ഒരു ഇൻസെൻറ്റീവാണ് ബോണസ്. നല്ല രീതിയിൽ പെർഫോം ചെയ്താൽ കൊടുക്കുന്ന ഒരു ഇൻസെൻറ്റീവാണ് ബോണസ്. ദിസ് ഈസ് ഓൾസോ എ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്. ദെൻ നെക്സ്റ്റ് വൺ, പ്രോഫിറ്റ് ഷെയറിംഗ്. പ്രോഫിറ്റ് ഷെയറിംഗ് ഈസ് മെൻ ടു പ്രൊവൈഡ് എ ഷെയർ ടു എംപ്ലോയീസ് ഇൻ ദ പ്രോഫിറ്റ്സ് ഓഫ് ദി ഓർഗനൈസേഷൻ. ദെൻ നെക്സ്റ്റ് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവാണ് പ്രോഫിറ്റ് ഷെയറിംഗ്. നമ്മുടെ ഓർഗനൈസേഷനിൽ ഉണ്ടാകുന്ന പ്രോഫിറ്റ് എംപ്ലോയീസുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ അതും എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യും. ദെൻ നെക്സ്റ്റ് വൺ, co-partnership or stock option. Under these incentive schemes, employees are offered company shares at low price, which are lower than market price. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് എന്ന് പറയുന്നത് co-partnership or stock option ആണ്. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് നമ്മളുടെ കമ്പനീൻ്റെ ഷെയർ ലോ പ്രൈസിന് കൊടുക്കും. ഓക്കെ, നോർമലി നമ്മളുടെ കമ്പനീൻ്റെ സ്റ്റോക്കിൻ്റെ പ്രൈസ് ഹൈ ആയിരിക്കും. ആ പ്രൈസിനേക്കാളും മാർക്കറ്റ് പ്രൈസിനേക്കാളും കുറഞ്ഞ റേറ്റിൽ നമ്മളുടെ ഷെയർ നമ്മൾ എംപ്ലോയീസിന് കൊടുത്താൽ അവർ മോട്ടിവേറ്റഡ് ആവും. ദാറ്റ് ഈസ് കോൾഡ് കോ പാർട്ട്ണർഷിപ്പ് ഓർ സ്റ്റോക്ക് ഓപ്ഷൻ. ദ നെക്സ്റ്റ് ഈസ് റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്സ്. Several retirement benefits such as provident fund, pension and gratuity provide financial security to the employees after their retirement. ഓക്കെ, ഒരു എംപ്ലോയി റിട്ടയർ ആയി കഴിഞ്ഞാൽ അവർക്ക് PF, പെൻഷൻ, ഗ്രാറ്റുറ്റി ഇതുപോലുള്ള ബെനിഫിറ്റ്സ് കൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ബെനിഫിറ്റ്സ് ഉണ്ട് എന്നറിഞ്ഞാൽ അവർ മുമ്പേ മോട്ടിവേറ്റഡ് ആവും. ഓക്കെ, ഇനി ഫ്യൂച്ചറിൽ നമ്മൾ റിട്ടയർ ആയി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയൊക്കെ ബെനിഫിറ്റ്സ് കമ്പനി തരും എന്നറിഞ്ഞാൽ അവർ മോട്ടിവേറ്റഡ് ആവും. സോ റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ് ഈസ് ഓൾസോ എ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്. ദ നെക്സ്റ്റ് ഈസ് perks. In many companies, perquisites and fringe benefits are offered such as car allowance, housing allowance, medical aid and education to the children, etc. These are over and above their salary. Okay, ഏകദേശം എല്ലാ ഓർഗനൈസേഷനിലും പെർക്വിസിറ്റ്സ് അലോ ചെയ്യാറുണ്ട്. പെർക്വിസിറ്റ്സ് മീൻസ് സാലറി കൊടുക്കുന്നതിന് പുറമെ പല അലവൻസും കൊടുക്കുന്നത്. കാർ അലവൻസ്, ദെൻ ഹൗസ് അലവൻസ്, അതായത് വീട് കെട്ടാനുള്ള ഹെൽപ്പ്, ദെൻ മെഡിക്കൽ എയ്ഡ്, ദെൻ എംപ്ലോയിൻ്റെ എംപ്ലോയിക്ക് കുട്ടികളുണ്ടെങ്കിൽ ആ കുട്ടിയുടെ പഠനം, എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുള്ള ചിലവ് ഇതൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ളതിനെയാണ് പെർക്വിസിറ്റ്സ് അല്ലെങ്കിൽ ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് എന്ന് വിളിക്കുന്നത്. ദ നെക്സ്റ്റ് കാറ്റഗറി ഓഫ് ഇൻസെൻറ്റീവ്സ് ഈസ് നോൺ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ്. All the needs of individuals are not satisfied by money alone. Psychological, social and emotional factors also play important role in providing motivation. So in such a situation, the organization can use non-financial incentives. ഓക്കെ, അപ്പോൾ എല്ലാ നീഡ്സും മണി കൊണ്ട് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റണമെന്നില്ല. പൈസ കൊടുത്താൽ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്ന നീഡ്സ് അല്ല എല്ലാം. ഓക്കെ, ചില നീഡ്സ് മാത്രമേ നമുക്ക് പൈസ കൊടുത്താൽ മണി റിലേറ്റഡ് ആയിട്ട് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. ബട്ട് അങ്ങനെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻസ് ഉണ്ട്. ആ കേസിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ടെക്നിക്സ് ആണ് നോൺ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ്. ഫസ്റ്റ് വൺ ഈസ് സ്റ്റേറ്റസ്.
In the organizational context, status means ranking of positions in the organization. The authority, responsibility, rewards, recognition, perquisites, and prestige of the job indicate the status given to the person holding a managerial position. ആദ്യത്തെ ഇൻസെൻറ്റീവ് നോൺ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ് എന്ന് വെച്ചാൽ സ്റ്റേറ്റസ് ആണ്. സ്റ്റേറ്റസ് എന്ന് വെച്ചാൽ ഒരു ജോബിനുള്ള അതോറിറ്റി, റെസ്പോൺസിബിലിറ്റി, റിക്കഗ്നീഷൻ, റിവാർഡ് ആൻഡ് പ്രസ്റ്റീജ് ഇതൊക്കെ ആ ജോബ് ചെയ്യുന്ന ആൾക്ക് കിട്ടും. അതിനെയാണ് സ്റ്റേറ്റസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നല്ലൊരു സ്റ്റേറ്റസ് ഉള്ള ഒരു ജോബാണെങ്കിൽ ആ എംപ്ലോയി മോട്ടിവേറ്റഡ് ആവും. ഓക്കെ, നല്ലൊരു ജോബാണെങ്കിൽ ആ എംപ്ലോയി അതിൽ മോട്ടിവേറ്റഡ് ആവും. സോ ഹി വിൽ പെർഫോം വെൽ ഇൻ ദി ഓർഗനൈസേഷൻ. Then second one is organizational climate. Organizational climate indicates the characteristics which describe an organization and which distinguish one organization from other. The characteristics influence the behavior of individuals in the organization. Okay, രണ്ടാമത്തെ നോൺ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ് ആണ് ഓർഗനൈസേഷണൽ ക്ലൈമറ്റ്. ഓർഗനൈസേഷണൽ ക്ലൈമറ്റ് എന്ന് വെച്ചാൽ നമ്മളുടെ ഓർഗനൈസേഷനുള്ള ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് മറ്റുള്ള ഓർഗനൈസേഷൻസുമായി കമ്പയർ ചെയ്യുമ്പോൾ അവർക്കില്ലാത്ത നമുക്കുള്ള എന്തെങ്കിലും സ്പെഷ്യാലിറ്റീസ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ്, അതിനെയാണ് ഓർഗനൈസേഷണൽ ക്ലൈമറ്റ് എന്ന് വിളിക്കുന്നത്. സോ നമുക്ക് ഈ നമ്മുടെ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് എന്തുണ്ടാവും, ഒരു മോട്ടിവേഷൻ ഉണ്ടാകും. കാരണം ബാക്കി ഓർഗനൈസേഷനിൽ ഇല്ലാത്ത സ്പെഷ്യാലിറ്റിയാണ് ഇവിടെ ഉള്ളത്. അതൊരു ടൈപ്പ് നോൺ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവാണ്. ഓക്കെ, സോ some of the characteristics of the organizations are autonomy, consideration to employees, reward orientation, risk tasking. ഇങ്ങനെയുള്ള സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഉള്ള ഓർഗനൈസേഷൻ ആണെങ്കിൽ അതും കൂടി ചില എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യും. ദ തേർഡ് നോൺ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ് ഈസ് കരിയർ അഡ്വാൻസ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി. Every individual wants to grow to higher level in the organization, so the managers should provide opportunity to the employees to improve their skills and to be promoted to higher level jobs. ഇപ്പോൾ എല്ലാ ഇൻഡിവിജ്വൽസിനും എന്താഗ്രഹമുണ്ട്, ഓർഗനൈസേഷൻ്റെ ഹയർ ലെവലിലേക്ക് എത്തണം എന്ന് ആഗ്രഹമുണ്ട്. സോ എല്ലാ എംപ്ലോയീസിനും അവരുടെ കരിയർ ഡെവലപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ അവരുടെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി കൊടുക്കണം. ഓക്കെ, സ്കിൽസ് ഡെവലപ്പ് ചെയ്താൽ മാത്രമേ അവർക്ക് പ്രൊമോഷൻ കിട്ടൂ. പ്രൊമോഷൻ കിട്ടിയാൽ മാത്രമേ അവർക്ക് ഓർഗനൈസേഷൻ്റെ ഹയർ ലെവലിലേക്ക് എത്താൻ പറ്റൂ. സോ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനും സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യാനും പിന്നെ അവരുടെ കരിയർ ഡെവലപ്പ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഓർഗനൈസേഷനിൽ കൊടുക്കണം. ഓക്കെ, ദിസ് ഈസ് വൺ ഓഫ് ദി നോൺ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ്. നെക്സ്റ്റ് ഈസ് ജോബ് എൻറിച്ച്മെൻറ്റ്. Job enrichment is concerned with designing jobs that include greater variety of work content, require higher level of knowledge and skills, give workers more autonomy and responsibility, and provide the opportunity for personal growth and meaningful work experience. Okay, next non-financial incentive ആണ് job enrichment. ഇപ്പോൾ ചില എംപ്ലോയീസ് ഉണ്ടാകും, അവർക്ക് കൂടുതൽ റെസ്പോൺസിബിലിറ്റി ഉള്ളതും കൂടുതൽ നോളജ് ആവശ്യമുള്ളതുമായിട്ടുള്ള ജോബ് ചെയ്യുന്നതിലായിരിക്കും താല്പര്യം. ഓക്കെ, സോ അവരുടെ ജോബിൻ്റെ കണ്ടൻറ്റ് കൂട്ടിക്കൊടുത്താൽ, അവർക്ക് ചെയ്യാനുള്ള ജോലി കൂട്ടിക്കൊടുത്താൽ അല്ലെങ്കിൽ അവരുടെ റെസ്പോൺസിബിലിറ്റീസ് ഇൻക്രീസ് ചെയ്താൽ അവർക്കൊരു മോട്ടിവേഷൻ ആയിരിക്കും. അത് ചിലവരുടെ കേസിൽ യൂഷ്വലി ആൾക്കാരൊക്കെ ജോബ് കുറയണം എന്നാണ് ആഗ്രഹിക്കൽ, വർക്ക് ലോഡ് കുറയണം എന്നാണ് ആഗ്രഹിക്കൽ. ബട്ട് ചില ആൾക്കാർ അവർക്ക് കൂടുതൽ റെസ്പോൺസിബിലിറ്റി എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടാവും. ഓക്കെ, കൂടുതൽ ജോബ് കണ്ടൻറ്റ് വേണം, കൂടുതൽ റെസ്പോൺസിബിലിറ്റി വേണം, ദെൻ എന്നാലേ അവർക്ക് പേഴ്സണൽ ഗ്രോത്തിനുള്ള ചാൻസ് ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരും ഉണ്ടാവും. ഓക്കെ, അങ്ങനെയുള്ള ജോബ് എൻറിച്ച്മെൻറ്റ് ആഗ്രഹിക്കുന്ന എംപ്ലോയീസും ഉണ്ടാവും. സോ അതുപോലുള്ള ജോബ് എൻറിച്ച്മെൻറ്റും മോട്ടിവേറ്റ് ചെയ്യും. സോ ജോബ് എൻറിച്ച്മെൻറ്റ് ഈസ് വൺ ഓഫ് ദി നോൺ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്. നെക്സ്റ്റ് വൺ ഈസ് എംപ്ലോയി റെക്കഗ്നീഷൻ പ്രോഗ്രാംസ്. Most people have the need for evaluation of their work and due recognition. They feel that what they should be recognized by others concerned. So recognition means acknowledgement with a show of appreciation. ഏകദേശം എല്ലാ ആൾക്കാരും റെക്കഗ്നീഷൻ ആഗ്രഹിക്കുന്നവരായിരിക്കും. അവർ ചെയ്യുന്ന ജോലിക്ക് ബാക്കിയുള്ളവർ അപ്രീഷിയേറ്റ് ചെയ്യണം, എല്ലാവരും തന്നെ റെക്കഗ്നൈസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും മിക്കവാറും എല്ലാവരും. ഓക്കെ, സോ റെക്കഗ്നീഷൻ ഈസ് വൺ ഓഫ് ദി നോൺ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ്. എംപ്ലോയീസ് ചെയ്യുന്ന നല്ല വർക്കിനെ അവർ അപ്രീഷിയേറ്റ് ചെയ്യുക, അതുപോലുള്ള കാര്യങ്ങൾ ചെയ്താൽ എംപ്ലോയീസ് മോട്ടിവേറ്റഡ് ആവും. സോ എങ്ങനെയൊക്കെ രീതിയിൽ റെക്കഗ്നൈസ് ചെയ്യാമെന്ന് വെച്ചാൽ കൺഗ്രാജുലേറ്റിംഗ് ദ എംപ്ലോയി ഫോർ ഗുഡ് പെർഫോമൻസ്. നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന എംപ്ലോയീസിനെ കൺഗ്രാജുലേറ്റ് ചെയ്യുക, അതുവഴി അവർ മോട്ടിവേറ്റഡ് ആവും. ദെൻ ഡിസ്പ്ലേയിങ് ഓൺ ദ നോട്ടീസ് ബോർഡ് ഓർ ഇൻ ദ കമ്പനി ന്യൂസ് ലെറ്റേഴ്സ് അബൌട്ട് ദി അച്ചീവ്മെൻറ്റ് ഓഫ് എംപ്ലോയി.
ഒരു എംപ്ലോയി നല്ല രീതിയിൽ പെർഫോം ചെയ്താൽ അത് ആ കമ്പനിയുടെ നോട്ടീസ് ബോർഡിലോ അല്ലെങ്കിൽ ന്യൂസ് ലെറ്ററിലോ ഡിസ്പ്ലേ ചെയ്തും കൂടി എംപ്ലോയീസ് മോട്ടിവേറ്റഡ് ആവും. ദെൻ ഇൻസ്റ്റാളിങ് അവാർഡ് ഓർ സർട്ടിഫിക്കറ്റ് ഫോർ ബെസ്റ്റ് പെർഫോമൻസ്. ബെസ്റ്റ് എംപ്ലോയി അവാർഡ്സ് ഇതുപോലുള്ള അവാർഡ്സൊക്കെ കൊടുത്താലും എംപ്ലോയീസ് മോട്ടിവേറ്റഡ് ആവും. ദെൻ ഡിസ്ട്രിബ്യൂട്ടിംഗ് മെമൻഡോസ് കോംപ്ലിമെൻ്ററീസ് ലൈക്ക് ടീഷർട്സ് ഇൻ റെക്കഗ്നേഷൻ ഓഫ് എംപ്ലോയി സർവീസസ്. എംപ്ലോയീസ് നല്ല രീതിയിൽ പെർഫോം ചെയ്താൽ അവർക്ക് മെമൻഡോസ് കൊടുക്കുക, ദെൻ ടീഷർട്ട് അതുപോലുള്ള കോംപ്ലിമെൻ്ററീസ് കൊടുക്കുക, ഇങ്ങനെയൊക്കെ കൊടുത്താലും എംപ്ലോയീസ് മോട്ടിവേറ്റഡ് ആവും. ദെൻ റിവാർഡിങ് ആൻ എംപ്ലോയി ഫോർ ഗിവിങ് വാല്യുബിൾ സജഷൻ. മാനേജ്മെൻറ്റിന് എന്തെങ്കിലും സജഷൻസ്, അവർക്ക് എന്തെങ്കിലും ഡിസിഷൻ എടുക്കാൻ എംപ്ലോയീസിൽ നിന്ന് സജഷൻ ചോദിച്ചാൽ നല്ല സജഷൻസ് കൊടുക്കുന്ന എംപ്ലോയീസിനെ റിവാർഡ് ചെയ്തുകൊണ്ടും എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യാം. സോ റെക്കഗ്നേഷൻ ഈസ് വൺ ഓഫ് ദി നോൺ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ്. ദ നെക്സ്റ്റ് വൺ ഈസ് ജോബ് സെക്യൂരിറ്റി. Employees want their job to be secure. They want certain stability about future income and work so that they do not feel worried on these aspects and work their greater zeal. ഓക്കെ, ഇപ്പോൾ ജോബ് സെക്യൂരിറ്റി ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കും മിക്കവാറും. ഫ്യൂച്ചറിലും ഈ ജോബ് ഉണ്ടാവണം, സാലറി സ്റ്റേബിളായിട്ടുള്ള സാലറി കിട്ടണം എന്നെല്ലാം ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കും മിക്കവാറും എല്ലാവരും. ഓക്കെ, സോ ജോബ് സെക്യൂരിറ്റി ഓഫർ ചെയ്തുകൊണ്ടും എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യാം. സോ ജോബ് സെക്യൂരിറ്റി ഈസ് വൺ ഓഫ് ദി നോൺ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്. The next is employee participation. Employee participation means involving the employees in decision making of the issue related to them. ഓക്കെ, അപ്പോൾ എംപ്ലോയീസിന് എന്തെങ്കിലും ഓർഗനൈസേഷനിൽ ഡിസിഷൻ എടുക്കുമ്പോൾ ആ ഡിസിഷൻ മേക്കിങ്ങിൽ എംപ്ലോയീസിനെ കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിച്ചാൽ അതും അവരെ മോട്ടിവേറ്റ് ചെയ്യും. ഇപ്പോൾ മാനേജ്മെൻ്റ് ആണ് യൂഷ്വലി ഡിസിഷൻസ് എടുക്കുന്നത്, എംപ്ലോയീസ് ജസ്റ്റ് വർക്ക് ചെയ്യുന്നത് മാത്രമാണ്. ബട്ട് ഡെസിഷൻസ് എടുക്കുമ്പോൾ അതിൽ എംപ്ലോയീസിനെ കൂടി ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചാൽ, എംപ്ലോയീസിനെ കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിച്ചാൽ അതും കൂടി അവരെ മോട്ടിവേറ്റ് ചെയ്യും. സോ എംപ്ലോയി പാർട്ടിസിപ്പേഷൻ ഇൻ ഡിസിഷൻ മേക്കിംഗ് ഈസ് ഓൾസോ one of the non-financial incentive. Then the last one is employee empowerment. Employee empowerment means giving more autonomy and powers to the subordinates. Empowerment makes people feel that their jobs are important. This feeling contributes positively to the use of skills and talents in the job performance. ലാസ്റ്റ് എന്ന് പറയുന്നത് എംപ്ലോയി എംപവർമെൻ്റ് ആണ്. എംപ്ലോയി എംപവർമെൻ്റ് എന്ന് വെച്ചാൽ അവർ ചെയ്യുന്ന സബോർഡിനേറ്റ്സ് ചെയ്യുന്ന ജോലിയിൽ അവർക്ക് കൂടുതൽ പവേഴ്സ് കൊടുക്കാം. ഓക്കെ, അവരെ കൂടുതൽ കൺട്രോൾ ചെയ്യാതെ, മാനേജ്മെൻ്റാണ് കൺട്രോൾ ചെയ്യുക, അവരെ കൂടുതൽ കൺട്രോൾ ചെയ്യാതെ അവർ ചെയ്യുന്ന ജോലിയിലുള്ള ഡിസിഷൻസ് എടുക്കാനുള്ള പവർ അവർക്ക് തന്നെ കൊടുക്കുക. ദാറ്റ് ഈസ് എംപ്ലോയി എംപവർമെൻറ്റ്. ഇങ്ങനെ എംപ്ലോയീസിനെ കൂടുതൽ സ്ട്രിക്റ്റ് ചെയ്യിപ്പിക്കാതെ അവർക്ക് ആവശ്യമുള്ള ഡിസിഷൻസ്, ആവശ്യമുള്ള ഫ്രീഡംസും ഓട്ടോണമിയെല്ലാം കൊടുക്കുന്നത് വഴി അവരെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ എംപ്ലോയി എംപവർമെൻറ്റ് ഈസ് വൺ ഓഫ് ദി നോൺ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്. So the non-financial incentives includes first one status, second one organizational climate, third one career advancement opportunity, fourth one job enrichment, fifth one employee recognition programs, sixth one job security, seventh one employee participation, and eighth one is employee empowerment.